ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് സാരിയുടെ അതേപോലെ തന്നെ കുർത്തിയുടെ കൂടെ ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ കാണാം കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ മുടിയിൽ ജടയൊക്കെ നന്നായിട്ടൊന്ന് കളയാട്ടോ, അല്ലെങ്കിൽ നമ്മൾ മുടി കെട്ടുന്ന സമയത്ത് നന്നായിട്ട് കെട്ടുപിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൈഡ് പാർട്ടീഷനാണ്. അപ്പം നമുക്ക് ഏത് പാർട്ടീഷൻ വേണമെങ്കിലും എടുത്തിട്ട് ഈ ഒരു 3 സ്റ്റൈലും ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം ഒരു സൈഡിന് ഇതേപോലെ ചെറിയ സെക്ഷൻ മുടി എടുത്തതിന് ശേഷം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ചെറിയൊരു സെക്ഷൻ എടുക്കുക. എന്നിട്ട് ആദ്യം ട്വിസ്റ്റ് ചെയ്ത ഭാഗത്തേക്ക് നമ്മൾ രണ്ടാമത് ട്വിസ്റ്റ് ചെയ്തത് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും നമ്മൾ ചെറിയൊരു സെക്ഷൻ മുടിയെടുക്കുക, ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം ട്വിസ്റ്റ് ചെയ്തതിലേക്ക് ഈ ഒരു മൂന്നാമത്തെ സെക്ഷനും ഇതേപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് ഇതേപോലെ ചെറിയ ചെറിയ സെക്ഷൻ ആക്കിയിട്ട് മുടിയെടുക്കുക. എന്നിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ആദ്യത്തെ നമ്മുടെ ട്വിസ്റ്റ് ചെയ്ത ഭാഗത്തിലേക്ക് ഇതേപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് പറയുമ്പോൾ ഇത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾ സ്ലോ ആയിട്ടൊന്ന് കണ്ടു നോക്കാം. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഒരു സൈഡ് ഇതേപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മുടി നന്നായിട്ട് പതിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതേപോലത്തെ ടിക് ടാക് സ്ലൈഡോ അതല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ലി സ്ലൈഡോ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്കൊന്ന് സെക്യൂർ ചെയ്ത് വെക്കാം. അങ്ങനെ ഈ ഒരു സൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ആദ്യം ചെറിയ സെക്ഷൻ എടുക്കുക, അതിലേക്ക് ചെറിയ ചെറിയ സെക്ഷനായിട്ട് ഇതേപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ട്വിസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഫുള്ളായിട്ട് ഈ ഒരു സൈഡും ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റൈല് സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ടും ചെയ്യാം, അതും കാണാനായിട്ട് നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സൈഡ് പാർട്ടീഷനാണ്. ഇതുപോലെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈഡാണോ കംഫർട്ട് അതിനനുസരിച്ചിട്ട് ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഫുള്ളായിട്ട് ഈ ഒരു സൈഡും നമുക്കൊന്ന് ഇതേപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് രണ്ടും കൂടിയിട്ട് ഇതേപോലെ ഒരു ക്രാബ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സെക്യൂർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ സ്റ്റൈല്. കാണാനായിട്ട് തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഇത് നമുക്ക് ഇതേപോലെ കുർത്തിയുടെ കൂടെയോ സാരിയുടെ കൂടെയോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റൈൽ കൂടിയാണിത്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ നോക്കാം. അപ്പോൾ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് സൈഡ് പാർട്ടീഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ സൈഡിൽ നിന്ന് കുറച്ച് മുടി ഇതുപോലെ എടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു മുടീനെ നമ്മൾ 3 സെക്ഷൻ ആക്കിയിട്ടൊന്ന് ഭാഗിക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കും. 3 സെക്ഷൻ ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഭാഗിച്ച് കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ സാധാരണ മെടയുന്ന പോലെ 2 തവണ ഇതേപോലെ ഒന്ന് മെടയണം. അങ്ങനെ മെടഞ്ഞ് കൊടുത്തതിന് ശേഷം നമ്മൾ സൈഡിൽ നിന്ന് വീണ്ടും ചെറിയൊരു സെക്ഷൻ മുടിയെടുക്കുക. എന്നിട്ട് ഈ ഒരു മെടയുന്നതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെ ചെറിയ സെക്ഷൻ മുടിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം മെടഞ്ഞ അതിലേക്ക് ഇതേപോലെ ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ സാധാരണ മെടയുന്ന പോലെ ഒരു തവണ മെടഞ്ഞെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ വീണ്ടും ചെറിയ സെക്ഷൻ മുടി ഈ ഒരു സൈഡിൽ നിന്ന് വീണ്ടും എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് മെടഞ്ഞെടുക്കുക. ചെറിയ ചെറിയ സെക്ഷൻ മുടി എടുത്തിട്ട് ഇതേപോലെ മെടഞ്ഞ് കൊടുക്കുന്നതായിരിക്കും ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവുക. ഈ ഒരു ഹെയർ സ്റ്റൈൽ ഷോർട്ട് ഹെയർ ആയാലും അതേപോലെ തന്നെ ലോങ് ഹെയർ ആയാലും നമുക്ക് ഒരേപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതും നല്ല ഭംഗിയുള്ളൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഇനി ഇതേപോലെ ഈ ഒരു കുഞ്ഞു കുഞ്ഞു സെക്ഷൻ ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മെടഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ചെവിയുടെ അതുവരെയാണ് കേട്ടോ ഇതേപോലെ ചെറിയ സെക്ഷൻ ആക്കിയിട്ട് മെടഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ താഴത്തേക്ക് വേണമെങ്കിൽ 2 സെക്ഷനും കൂടി നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു സൈഡും മെടഞ്ഞ് വരുമ്പോൾ ഇതേപോലെയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് ഞാനിനി പറയണത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കുറച്ച് സ്ലോ ആക്കിയിട്ടൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും ഇതെങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഇനി ബാക്കി ഭാഗം നമുക്ക് സാധാരണ മെടയുന്ന പോലെ ഇതേപോലെ ഒന്ന് മെടഞ്ഞു കൊടുക്കാം കേട്ടോ. മെടയുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് മെടഞ്ഞു കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പകുതിയോളം ഇതേപോലെ ഒന്ന് മെടഞ്ഞു കൊടുക്കുക. അതിനുശേഷം സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. അങ്ങനെ 2 സൈഡിൽ നിന്നും ഇതേപോലെ വലിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിലേക്ക് ആക്കിയിട്ട് ഒരു ടിക് ടാക് സ്ലൈഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇഡ്ലി സ്ലൈഡ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു സൈഡ് നമ്മൾ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം മെടഞ്ഞെടുത്ത് ഈ ഒരു സെക്ഷൻ ഇതേപോലെ കണ്ടില്ലേ ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബാക്കിൽ നിന്നായാലും ഫ്രണ്ടിൽ നിന്നായാലും ഈ ഒരു ഹെയർ സ്റ്റൈൽ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും.
ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ തന്നെ 3 ചെറിയ സെക്ഷൻ ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം 2 തവണ ഒന്ന് മെടഞ്ഞു കൊടുക്കാം. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു സെക്ഷൻ ആക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് മെടഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഈ ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെയും അതേപോലെ തന്നെ വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ കൂടെ ആയാലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. അങ്ങനെ ഈ ഒരു സൈഡും നമ്മൾ ഫുള്ളായിട്ട് മെടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതും ഒന്ന് സെക്യൂർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട്. കാണാനായിട്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഓപ്പൺ ഹെയർ ആയിട്ട് ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഒരു സ്റ്റൈലും കൂടി കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതേപോലെ ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് മുടി ഇട്ടെടുത്തതിന് ശേഷം ഫുള്ളായിട്ട് ഇതൊന്ന് മെടഞ്ഞെടുക്കാം കേട്ടോ. അപ്പോഴും ഈ ഒരു ഹെയർ സ്റ്റൈൽ കാണാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ മെടഞ്ഞു കൊടുത്തതിന് ശേഷം പൂവൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. ഫുള്ളായിട്ട് ഇതേപോലെ മെടഞ്ഞു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അതേ ഞാൻ 2 സൈഡൊന്ന് വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്നും കൂടി നമ്മുടെ മുടിക്ക് നല്ല തിക്നെസ് ഉള്ള പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ. കാണാനായിട്ട് തന്നെ നല്ല രസമല്ലേ. അപ്പോൾ ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. സെൻറ്റർ പാർട്ടീഷനായാലും ഈ സൈഡ് പാർട്ടീഷനായാലും ഒരുപോലെ നല്ല ഭംഗി തോന്നിക്കുന്ന നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഹെയർ സ്റ്റൈലും കൂടി ഒന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ അതിനും ഞാൻ എടുത്തിട്ടുള്ളത് സൈഡ് പാർട്ടീഷനാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൻറ്റർ പാർട്ടീഷനിലും ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ നമ്മൾ ചെറിയ സെക്ഷൻ ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മുടി നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ലൈഡ് കുത്തുന്ന സമയത്ത് ഇതിനെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഫ്രണ്ടിലേക്ക്. അത് അപ്പോൾ ഒരു പഫ് പോലെ നമുക്ക് അവിടെ അങ്ങനെ നിൽക്കും. എന്നിട്ട് വീണ്ടും ഇതേപോലെ കുഞ്ഞു സെക്ഷൻ മുടിയെടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ബാക്കിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം റീറ്റ്ലി സ്ലൈഡ് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്യുക. അതിന് മുൻപായിട്ട് ഫ്രണ്ടിലേക്കായിട്ട് ഒന്ന് ചെറുതായിട്ട് പുഷ് ചെയ്യാം. അങ്ങനെ തന്നെ ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറിയ ചെറിയ സെക്ഷൻ ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ക്യൂട്ടായിരിക്കും ഈ ഒരു ഹെയർ സ്റ്റൈൽ കാണാനായിട്ട്. ഈ ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് ആർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഈ ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് സാരിയുടെ കൂടെ അല്ലെങ്കിൽ തന്നെ കുർത്തിയുടെ കൂടെയൊക്കെ ഒരുപോലെ യോജിച്ച് പോകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. ഒരു സൈഡ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സൈഡും ഇതേപോലെ തന്നെ ചെറിയ ചെറിയ സെക്ഷൻ ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിലേക്ക് ആക്കിയിട്ട് ഒരു സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്തെടുക്കാം. അങ്ങനെ 2 സൈഡും നമുക്ക് ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് ചെറിയ സെക്ഷൻ ആക്കി കൊടുത്തിട്ട് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനെ 2 സൈഡ് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പം ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ ഹെയർ സ്റ്റൈലിൻ്റെ റിസൾട്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഹെയർ സ്റ്റൈലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇടുന്നവരാണെങ്കിൽ അങ്ങനെ ഇടാം. അതേപോലെ തന്നെ ഇതും ലോങ് ഹെയർ ആയാലും ഷോർട്ട് ഹെയർ ആയാലും അവർക്ക് ഒരേപോലെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ഹെയർ ഒന്നും താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ബണ്ണ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ 3 ക്യൂട്ടായിട്ടുള്ള ഹെയർ സ്റ്റൈൽ. ഒരേപോലെ നമുക്ക് സാരി, കുർത്തി അല്ലെങ്കിൽ ഷോർട്ട് ഹെയർ, ലോങ് ഹെയർ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിലും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ സ്റ്റൈലാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഹെയർ സ്റ്റൈലാണ് ഇഷ്ടമായതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.